ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യ പോകുന്നൊരു വീഡിയോ ആണ്. നമുക്കടുത്ത് സബഹിയ എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു ഐക്യയുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കുവൈറ്റിലുള്ളവർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഞാൻ നാട്ടിലുള്ള സമയമായിരുന്നു ഐക്യ ഓപ്പൺ ആയത്. അപ്പോൾ ഞാനവിടെ പോയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മുടെ വീടിനടുത്തുനിന്ന് 10 മിനിറ്റാണ് സബഹിയ ഐക്യ വരെയുള്ള യാത്ര. കുഞ്ഞുങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്, അവർക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. മോളെപ്പോഴും പറയും പോവാല്ലേ. അവർക്ക് എപ്പോഴും പുറത്ത് പോകണം. അപ്പം ഞാൻ ടാറ്റ പറയാനും ബായ് പറയാനും പറഞ്ഞപ്പോൾ മോൻ ടാറ്റായും ബായും ഒക്കെ പറയുവാണ്. അപ്പോൾ ദാ നമ്മൾ ഐക്യയിലെത്തിയിരിക്കുന്നു. വലിയൊരു മോളാണ് കേട്ടോ, ഐക്യ വെയർഹൗസ് മോൾ എന്നാണ് അറിയപ്പെടുന്നത്. വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. പിന്നെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ടാറ്റ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുവാണ് ആള്. വണ്ടിയിൽ മ്യൂസിക് കിടക്കുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. കുഞ്ഞു ടാറ്റായും ഉമ്മയൊക്കെ പറഞ്ഞാണ്. അങ്ങനെ അവരെ സ്ട്രോളറിലൊക്കെ വെച്ച് നമ്മൾ പതുക്കെ നടക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ പുറത്ത് നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ മാളിനുള്ളിൽ കയറി. ഇവിടെ നല്ലൊരു ലൈറ്റ് ഡെക്കറേഷനൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ, നല്ല ഭംഗിയാണ്. കയറുമ്പം തന്നെ നല്ലൊരു ആംബിയൻസാണ് ഈ മോളിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ. ഐക്യയുടെ ഷോറൂമാണ്. നമ്മൾ അവിടെ കയറിയില്ല, ഫസ്റ്റ് മോളൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. സിനിസ്കേപ്പും കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കണ്ട് നമ്മളതിങ്ങനെ നല്ല നല്ല പെർഫ്യൂംസ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ കുറേ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഏരിയ തന്നെ ഉണ്ട്. ഈ മോളിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അതൊരു കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ മാത്രം ഒരു ടോയ്സിൻ്റെ ഒരു ഷോപ്പ് നമ്മൾ കണ്ടത്. അപ്പം നമ്മളവിടെ വന്ന് കയറി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാം കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അപ്പം എല്ലാത്തിൻ്റെ ഒന്നും പേരും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല. ഞാനിതിന് മുന്നേ അവന്യൂസ് മോളിലാണ് ഇങ്ങനൊരു ഷോപ്പ് കണ്ടിട്ടുള്ളത്. വേറെ ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടുള്ളത് അവന്യൂസ് മോളിലാണ്. ഇങ്ങനെ കുറേ ടോയ്സും കാര്യങ്ങളും ബാഗ്സും എല്ലാം ഉണ്ട് അവിടെ കേട്ടോ. കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് നിറയും. അതിൻ്റെ ഒരു എന്താ പറയുന്നൊരു കളക്ഷൻ തന്നെയാണ്. മിക്കി മൗസ് അങ്ങനെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക ടോയ്സ് തന്നെ കുറേ ഉണ്ട് കേട്ടോ. ചപ്പൽസും കാര്യങ്ങളും ടീഷർട്ടും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഷോപ്പിൻ്റെ പേര് UFF എന്നാണ് കേട്ടോ. സംഭവം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. സ്പൈഡർമാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. നമ്മൾ പിന്നെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുവാണ്. അപ്പോഴതായി കണ്ടോ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ഒരു മോഡലിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയിരുന്ന് എന്താ പറയുന്നത് ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാളാണ്. നല്ല ഒരു എന്താ പറയുന്നത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഞാൻ അന്ന് അൽക്കുത്തുമോളിൽ പോയപ്പോൾ കുറേ തപ്പി നടന്നൊരു ഷോപ്പാണ് ഷേക്ക് ഷാക്ക്. പക്ഷെ അന്ന് അവിടെ കാണാൻ പറ്റിയില്ല. അവിടെ ഉണ്ട്, പക്ഷേ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു അത്. നമ്മളിവിടെ വന്നപ്പം ഞാനത് കണ്ടു. പിന്നെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ഡിപ്പ് ആൻഡ് ഡിപ്പ്, നന്ദൂസ് അങ്ങനെ പറയുന്ന കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ വണ്ടർ സോൺ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ തന്നെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കായിട്ട് ഉള്ള ഒരു ഏരിയ ആണത്. പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിമുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, പല ഷേപ്പിലുള്ളത്, കളർഫുള്ളായിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഷോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് പ്ലാന്റ്സും ലൈറ്റും, നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മൾ ബേബീസ് മോർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോപ്പിലോട്ടാണ് കയറിയത്. കുഞ്ഞുങ്ങളുടെ കുറേ ഐറ്റംസ് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ്. കുറേ ഇതേപോലത്തെ ഡോൾസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള ആ ഒരു എന്താ പറയുന്ന ഡോൾസ് ഉണ്ട്. എന്താ പറയുന്നത് ഉറങ്ങുന്നതും ചിരിക്കുന്നതും അങ്ങനെ കുറേ ആ ഒരു ഏരിയ തന്നെ കുറേ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പിലും ബേബീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. A to Z ഐറ്റംസും ഇവിടെ ഉണ്ട്. ഡ്രസ്സാണെങ്കിലും ടോയ്സ് ആണെങ്കിലും ബോയ്സിനും ഗേൾസിനും പറ്റിയതാണെങ്കിലും പിന്നെ ബെഡ്, ചെയർ, പിന്നെ എന്താ പറയുന്നത് സ്ട്രോളർ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെയും ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ സോഫ്റ്റ് ടോയ്സ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, എന്നാലും ചിലതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടോയ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ഒട്ടകമുണ്ട്, അതിൻ്റെ കാർട്ടൂൺ ക്യാരക്ടർ നെയിമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ബോയ്സിന് പറ്റിയ ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ.
എൻ്റെ കണ്ണിലുടക്കിയത് ഗേൾസിൻ്റെ കുറേ ഐറ്റംസാണ്, പിന്നെ സോഫ്റ്റ് ടോയ്സും അല്ലാണ്ട് ഡോൾസും അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോഴാണ് ബോയ്സിനെ നിരാശരാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ട്. ട്രക്കേഴ്സും അങ്ങനെ ഹെലികോപ്റ്റേഴ്സും അതും ഇതുമൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതാ ഗേൾസിൻ്റെ മേക്കപ്പ് ബോക്സ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞ് വലുതാകുമ്പോൾ ഇൻഷാല്ലാ മേടിക്കണം. ഇത് 3+ ആണ് കേട്ടോ. പിന്നെ സിൻഡ്രല്ല, പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ ഉണ്ടല്ലോ, റാബിറ്റ്, അതേപോലത്തെയൊക്കെ ഈ ബാറ്ററിയിൽ പോകുന്ന ടോയ്സും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു ചെറുതിലെ. ഇതിപ്പോൾ നാട്ടിലാണ് ഈ ഒരു ടോയ്. ഇതാ ഈ ഒരു ഡക്കിയൊക്കെ ഉണ്ടോ, ഇവർക്കുണ്ട് ഇങ്ങനൊരു ഡക്കി. പിന്നെ ഞാനിതിനെ തക്കുടു എന്നാണ് വിളിക്കുന്നത്, കാരണം ഇവർക്കൊരു കാർട്ടൂൺ ഉണ്ടല്ലോ തക്കുടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഇതേപോലെ ഇരിക്കുകയാണ് ആ തക്കുടു. പിന്നെ ഇതാ ഈ ഒരു ഫ്രോക്ക് കണ്ടോ, സിമ്പിളാണ് പക്ഷെ നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കുറേ ബെഡുകളും സ്ട്രോളറുകളും എല്ലാം ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽപ്പെട്ടത് ട്വിൻസിൻ്റെ ഒരു സ്ട്രോളറ്. പിന്നെ പോയി അതിനെ ഒന്ന് തൊട്ട് തലോടി അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഹൈ ചെയറും പിന്നെ പല ടൈപ്പിലെ സ്ട്രോളറുകളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതും ഉണ്ട്, പിന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. കുറച്ചൊന്നും നമുക്ക് അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളാണ്, എനിക്കറിയത്തില്ല. പിന്നെ ഇതാ ഫുഡ് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുന്ന പ്ലേറ്റ്സും ജ്യൂസ് കൊടുക്കുന്ന ആ ഒരു ഗ്ലാസും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിൽ ഒറ്റയ്ക്കുള്ള മമ്മീസിനൊക്കെ പറ്റിയ ഒരു ഐറ്റംസാണ്. കുഞ്ഞുങ്ങളെ കിടത്തി ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ, വേറെ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ന്യൂ ബോണിന് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. പേസിഫറും പിന്നെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുന്നത് മിറ്റണും സോക്സും ക്യാപ്പും ഫേസ് ക്ലോത്തും റോംബറും അങ്ങനെ കുറേ ഐറ്റംസ്, ന്യൂ ബോണിന് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഈ പീച്ച് കളർ ബോയ്സിനും ഗേൾസിനും പറ്റിയ മാച്ചിങ് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവരുടെ സൈസൊന്നുമില്ല, കുറച്ചും കൂടെ ചെറിയ സൈസുകളേ ഉള്ളൂ. അപ്പോൾ ട്വിൻസ് ബോയ്സും ഗേൾസും ഒക്കെ ആണെങ്കിൽ ഒന്നിച്ച് മാച്ച് ചെയ്തിട്ടുകൊണ്ട് പോകാനൊക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കൊതി തോന്നി. പക്ഷേ ഇവരുടെ ആ ഒരു ടൈം കഴിഞ്ഞ്. പിന്നെ വൈറ്റ് കളറും ഉണ്ട്, പിന്നെ പാർട്ടി വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ്. പിന്നെ ഇതാണെങ്കിൽ ഐസൂട്ടനുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഉടുപ്പ്. എൻ്റെ ഒരു ഫ്രണ്ട് റുബയ്യ എന്ന് പറഞ്ഞ് അവൾ തന്നായിരുന്നു ജനിച്ച സമയം. ഞാൻ 6 മന്ത് ഫോട്ടോഷൂട്ടിന് ഈ ഒരു ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അവൾക്ക് ചോറ് കൊടുക്കാൻ നേരമൊക്കെ ഈ ഉടുപ്പായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ കുറേ ക്യൂട്ടായിട്ട് കുറച്ച് നിക്കേഴ്സുണ്ട്, കളറുകൾ ഇങ്ങനെ കുറേ ബ്രൈറ്റ് കളറുകളുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ബോയ്സിന് പോകുമ്പം കുറച്ച് ലൈറ്റ് ഷെയ്ഡുകളായിരിക്കും എപ്പോഴും കാണുന്നത്. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളതൊന്നും നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ബോയ്സിന്. പിന്നെ ഗേൾസിൻ്റെ ക്യൂട്ടായിട്ടുള്ള കുറേ ഫ്രോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിങ്ക് തന്നെ, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് കളർ ഫ്രോക്ക് ഉണ്ടോ, പാർട്ടി വെയറായിട്ടും യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേറ്റ് ഒന്നും ആവത്തില്ല. നല്ല സോഫ്റ്റ് കോട്ടണിലുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. നെറ്റാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്, എന്നാലും അകത്ത് നല്ല സോഫ്റ്റ് കോട്ടണിലുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇത് കണ്ടോ, ബോയ്സിന് ബർത്ത്ഡേക്കും അങ്ങനെ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത് കേട്ടോ. ഇതിൻ്റെ 2 കളറുണ്ട്, ഒരു ആഷ് കളറും ഒരു ബ്രൗൺ കളറും. കൊള്ളാം, നന്നായിട്ട് തോന്നി, എനിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് നിന്നപ്പോൾ ഒരു പാർട്ടി വെയർ ഗൗണിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. നമ്മൾ കയറിയില്ല, വീണ്ടും ഒരു ഫോട്ടോ ഫ്രെയിം നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഐസൂട്ടന് ചെറുതായിട്ട് ചിണുക്കമായി. പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടു, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി അത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കുറേ റൈഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കണ്ടു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടന്നു കേട്ടോ. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, നല്ല ഒരു ഭംഗിയാണ്. നമുക്ക് കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയൊരു മാളാണ് കേട്ടോ. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ആസ്വദിക്കുക. പിന്നെ ഈ പഴയ ടൈപ്പ് ഒരു കാറ് കണ്ടോ. ഹസ്ബൻഡ് ഈ വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനും അതൊക്കെ കേട്ടിങ്ങനെ നിന്നു. ഈ ഒരു ഷോപ്പ് കണ്ടോ, ലേഡിയാണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതായത് ഒറിജിനൽ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവേഴ്സും നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും റൗണ്ട് അടിച്ചപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐക്കയിൽ കയറിയില്ല. നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ് ഐക്കയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇതൊക്കെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.